ക്ലാസ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ സീരീസിന്റെ 7ാമത്തെ ക്ലാസ് ആണല്ലേ ഇന്ന്. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറെ വാക്കുകളുടെ അർത്ഥമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ പറയുന്ന സെന്റൻസുകളിൽ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ കുട്ടി കുട്ടി ഗ്രാമേഴ്സ് ഉണ്ട്. നമുക്കത് ഓട്ടോമാറ്റിക്കലി സെന്റൻസുകൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. എന്നാൽ പോലും ആ ഗ്രാമറുകൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്ന നമുക്ക് ചിലപ്പോൾ ഇടയിൽ വരുന്ന ഡൗട്ട്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് ക്ലിയർ ആവാൻ പറ്റും കേട്ടോ. സോ സ്റ്റാർട്ട് ചെയ്യാം. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഓരോ സെന്റൻസുകളിലും കാണുമല്ലോ സേ എന്നൊരു വാക്ക്, ഭീ അല്ലെങ്കിൽ മേം, അല്ലെങ്കിൽ തന്നെ എന്താ പർ, അങ്ങനെ കുട്ടി 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 വാക്കുകൾ കാണില്ലേ. അപ്പൊ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ടൊരു വേർഡ് മീനിങ് ഉണ്ട്. അപ്പം വേർഡ് മീനിങ് എന്താണെന്ന് അറിഞ്ഞിരുന്ന ആ സെന്റൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ സേ. സേ എന്ന വാക്കിന് അർത്ഥം നിന്നും അല്ലെങ്കിൽ മുതൽ. അപ്പൊ ഈ രണ്ട് വാക്കും ഈ സേ എന്ന ഒറ്റ വാക്കിനുണ്ട് കേട്ടോ, ഒറ്റ വേർഡിനുണ്ട്. ഓക്കെ, വാക്കല്ല വേർഡ്. ഓക്കെ, അപ്പൊ ഈ നിന്നും എവിടെയാ വരുന്നത്? നമ്മൾ അറിയാണ്ട് നമ്മൾ പറയുന്നതാണ്, നമുക്കിത് എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാ. ഇപ്പൊ നമ്മൾ ചോദിക്കില്ലേ ആപ് കഹാസേ, ആപ് കഹാസേ ഹോ എന്ന് ചോദിക്കുമ്പോ താങ്കൾ എവിടെ നിന്നുമാണെന്നാണ്. മനസ്സിലായോ? അപ്പൊ കഹാസേ എന്ന് ചോദിക്കുന്നത് ആ സേ എവിടെ നിന്നും മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ യേ മേനെ ഉൻസെ ലിയാത, ഉൻസെ അവനിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാവുന്നുണ്ടോ? യേ മേനെ ഉൻസെ ലിയാത, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ അവിടെ സേ എന്ന് വന്നപ്പോ നിന്നും എന്നൊരു അർത്ഥം വന്നേ. ഇനി നമുക്ക് മുതൽ എന്നുള്ള ഒരു അർത്ഥം നോക്കാം. അങ്ങനെ എങ്ങനെയാ സെന്റൻസ് വരുന്നതെന്ന്. ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് ഇന്നലെ മുതൽ പനിയാണ്. അപ്പൊ എങ്ങനെയാ പറയാ? ഇന്നലെ മുതൽ കൽസേ, മുझे കൽസേ ബുക്കാറെ, മുझे കൽസേ ബുക്കാറെ, എനിക്ക് ഇന്നലെ മുതൽ പനിയാണ്. ബുക്കാർ എന്ന് പറഞ്ഞ പനിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാണ് മുതൽ വെച്ചിട്ട് തന്നെ നോക്കാം. ആജ് സേ യേ കാം കർനാ ഹെ. എന്താ മനസ്സിലായേ? ആജ് സേ ഇന്നു മുതൽ, യേ കാം കർനാ ഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യണം. നമ്മളിപ്പോ വീട്ടിൽ പണിക്കാർ ആരോടെങ്കിലും പറയല്ലേ ഇന്നു മുതൽ ഈ പണി ചെയ്യണം കേട്ടോ. ആജ് സേ യേ കാം കർനാ ഹെ, മനസ്സിലായോ? അപ്പൊ ഇന്നു മുതൽ, അപ്പൊ എവിടേക്കാ വന്നു? നിന്നിലും വന്നു, അതുപോലെ മുതലിലും വന്നു. ഓക്കെ, ഇനി അടുത്തത് മേം. മേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രാമറിൽ വരുന്ന മേം മേളിൽ ഒരു വരയും കുത്താണ് കേട്ടോ. ഇതിപ്പോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ചാനലില് മേം മേം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെറിയ വീഡിയോ. അപ്പൊ അതിന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മളിപ്പോ ഗ്രാമർ അല്ലേ നോക്കുന്നത്. ഓക്കെ, ഈ മേം എന്ന് പറഞ്ഞ മേലെ ഒരു വരയിട്ട് കുത്തുള്ളതിന് രണ്ടർത്ഥമുണ്ട്. ഇപ്പൊ ഇൽ എന്നുള്ള അർത്ഥം വരുന്നുണ്ട്, അതുപോലെ തന്നെ മുകളിൽ എന്നുള്ളൊരു അർത്ഥവും വരുന്നുണ്ട്. നമുക്ക് സെന്റൻസുകൾ നോക്കാം കേട്ടോ. ഇനി ഇപ്പൊ രണ്ട് വരയും ഒരു കുത്തും ഉണ്ടെങ്കിൽ അതിനർത്ഥം വരുന്നത് ഞാൻ എന്നാണ് അല്ലേ. മേം ജാ രഹി ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ്. അപ്പൊ അവിടെ രണ്ട് വരയും കുത്താണുള്ളത്. അത് പക്ഷെ നമുക്ക് അറിയായിരിക്കും. പക്ഷെ മേലെ ഒരു വരയും കുത്തുണ്ടെങ്കിൽ അതെന്താണ് അർത്ഥം എന്ന് പലർക്കും അറിയണ്ടാവില്ല. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ്, പക്ഷെ അർത്ഥം ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കില്ല അല്ലേ. സോ ഇതാണ് അതിന്റെ ഡിഫറൻസ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം രണ്ടുമേയും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഇല്ലെന്ന് വരുന്നത് എവിടെയാന്ന് നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ് താങ്കൾക്ക് ഇതിൽ നിന്ന് ഏതാണ് വേണ്ടേ എന്ന് ചോദിക്കില്ലേ. ഇസ്മേം സേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൽ. മേം എന്ന് പറയുമ്പോൾ അവിടെ ഇല്ലാണ് വരുന്നത് കേട്ടോ. ഇസ്മേം സേ ഇതിൽ നിന്നും കോൺസ ചായേ, ഇസ്മേം സേ കോൺസ ചായേ. അപ്പൊ ഇസ്മേം സേ കോൺസ ചായേ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ഇതിൽ നിന്നും ഏതാണ് വേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നിരുന്നു. ഉന്നോനെ മേരെ ഹാത്ത് മേം ദിയാത്ത, കയ്യിൽ. അതാണ് കേട്ടോ ഇൽ എന്നുള്ള അർത്ഥം വരുന്നത്. ഉന്നോനെ മേരെ ഹാത്ത് മേം ദിയാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നിരുന്നു. മനസ്സിലാവുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഇല്ലെന്ന് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് മുകളിൽ എന്നാണെങ്കിൽ, മുകളിൽ ഇപ്പൊ നമ്മൾ പറയുമല്ലോ മേശയമേ വെക്കൂ എന്ന് പറയുമ്പോൾ മേശയുടെ മുകളിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മേശയുടെ മുകളിൽ എന്നല്ലല്ലോ, മേശയമേ വെക്കൂ അല്ലേ. ടേബിൾ മേ റെക്കോ എന്ന് പറയും. ടേബിൾ മേ റെക്കോ, റെക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വയ്ക്കുക അല്ലേ. ഓക്കെ, ടേബിൾ മേ റെക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേജ് എന്നാണല്ലോ ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ, കൂടുതൽ ടേബിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടേബിൾ മേ റെക്കോ, അപ്പൊ അവിടെ മേം വന്നു, മേശയുടെ മുകളിൽ എന്നായി അല്ലേ.
ഇനി ടേബിൾ പെർ റെക്കോ എന്ന് പറയാം. ഈ മുകളിൽ എന്നുള്ള വാക്കിന് പെർ എന്നൊരു വാക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ടേബിൾ മേ റെക്കോ എന്ന് കണ്ടില്ല, അവിടെ പെർ ആണ് കണ്ടെങ്കിൽ അതും അർത്ഥം അത് തന്നെയാണ്. പല പല ചെറിയ ചെറിയ ഇപ്പം നമ്മൾ പര്യായ പദങ്ങളുണ്ടല്ലോ, അത് ഈ ഗ്രാമറിന്റെ ചില വാക്കുകൾക്കും ഉണ്ട് കേട്ടോ. ഇനി ഉള്ളിൽ എന്ന അർത്ഥത്തിന് നമ്മൾ ഈ മേം വെച്ചിട്ട് എവിടെയും സെന്റൻസ് വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ നമ്മൾ ഡബ്ബേന്ന് പുറത്തെടുക്കാൻ പറയില്ലേ, ബിസ്ക്കറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കൂ. ഡബ്ബേ മേംസെ ബിസ്ക്കറ്റ് നിക്കാലോ എന്നാണ് പറയാ. ഡബ്ബേ മേംസെ നിക്കാലോ ഡിബ്ബാണ് കേട്ടോ ഹിന്ദിയിൽ പറയുന്നത്. ഡിബ്ബേ മേംസെ നിക്കാലോ എന്ന് പറയുന്നത് ഡബ്ബയിൽ നിന്നും പുറത്തോട്ട് എടുക്കൂന്നാണ്. മനസ്സിലാകുമോ? എടുക്കൂന്നാണ് അർത്ഥമാണ് അവിടെ വരുന്നത്. എനിക്ക് ഈ നിക്കാലിന എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ പറയാ, നീക്കം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷനിൽ അത് എന്താ വന്നത്, ഡബ്ബേ മെംസെ നിക്കാലോ, നീക്കം ചെയ്യൂ എന്ന് നമ്മൾ പറയില്ലല്ലോ, അത് ഡബ്ബേന്ന് എടുക്കൂന്നാണ് അവിടെ അർത്ഥം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ സെന്റൻസുകൾ കേട്ടിട്ടാണ് പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒന്നും കൂടി പറയാം. ഇപ്പൊ ഈ ഹാളിൽ നിന്ന് എല്ലാം പുറത്തോട്ട് നീക്കം ചെയ്യൂ എന്ന് പറയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ, യേ സബ് ബാഹർ നിക്കാലോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാറ്റൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ നിക്കാലിന എന്നുള്ള വാക്ക് നീക്കം ചെയ്യൂ എന്നുവെച്ചാൽ ഇതെല്ലാം ഇവിടുന്ന് മാറ്റൂ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം നമുക്ക് സിറ്റുവേഷൻസിൽ നിന്നാണ് എന്ത് മനസ്സിലാവുന്നത്, വേർഡ്സിന്റെ അർത്ഥങ്ങൾ മാറി മാറി വരുന്നത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പൊ ഡബ്ബേ മെംസ് നിക്കാലോ എന്ന് പറഞ്ഞപ്പോൾ എന്തായി, ഡബ്ബയിൽ നിന്ന് എടുക്കൂന്നായി. യേ സബ് ബാഹർ നിക്കാലോ എന്ന് പറയുമ്പോൾ ഇതെല്ലാം പുറത്തോട്ട് എടുക്കൂ എന്നും വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ നിന്ന് നീക്കം ചെയ്യൂ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലാവുന്നുണ്ടോ? അത് പിന്നെ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല, എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു ചേരുന്നതാണ് കേട്ടോ. കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ടേബിൾ മേ റെക്കോ എന്ന് അല്ലേ, അവിടെ ടേബിൾ പെർ എന്ന് യൂസ് ചെയ്യാം. അപ്പൊ ഈ പെർ എന്നുള്ളത് മുകളിൽ നിന്ന് മാത്രമല്ല അർത്ഥം വരുന്നത്, പക്ഷേ എന്നുള്ളൊരു അർത്ഥം കൂടി വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പറയാണ്, മേനെ ടി വി പർ ദേക്കാത അല്ലെങ്കിൽ ദേക്കീത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ടി വിയിൽ കണ്ടിരുന്നു എന്നാണ്. അപ്പൊ ടി വി പെർ എന്ന് വന്നപ്പോൾ എന്തായി, ഇല്ലായി അല്ലേ. നമ്മൾ നേരത്തെ ടേബിൾ മേം എന്ന് പറഞ്ഞ പോലെ തന്നെ. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട കേട്ടോ, വളരെ ഈസിയാണ്. ഞാൻ അതിൻ്റെ ഇടയിലുള്ള ഗ്രാമറുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരുന്നു എന്നുള്ളൂ. ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, ശരി. അപ്പൊ ഈ പെർ എന്നുള്ളത് നമ്മളിപ്പോ ഞാൻ പറയാണ്, പക്ഷേ എന്നൊരു വാക്കും കൂടി ഉണ്ടല്ലോ, ഇതിന് അർത്ഥം കൂടി ഉണ്ടല്ലോ. അതെങ്ങനെയാ നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ എല്ലാം ചെയ്തു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടായില്ല എന്ന് പറയാണ്. മേനെ സബ് കുച്ച് കിയാതാ പർ കോയി ഫൈദ നഹീ ഹുവാ എന്ന് മനസ്സിലായോ? ഞാൻ എല്ലാം ചെയ്തിരുന്നു പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. മേനെ സബ് കുച്ച് കിയാതാ പർ കോയി ഫൈദ നഹീ ഹുവാ. ഇവിടെ നമുക്ക് പെർ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ്. ഇനിയിപ്പോൾ അവിടെ പെർ എന്ന് വേണമെന്നില്ല, നമുക്കിപ്പോൾ ലേക്കിൻ എന്ന് യൂസ് ചെയ്യാം. ലേക്കിൻ അല്ലെങ്കിൽ പരന്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്നുള്ള വാക്കുകളാണ് കേട്ടോ, അർത്ഥാണ് വരുന്നത്. അപ്പം ലേക്കിൻ മെന്നെ സബ് കുച്ച് കിയാതാ ലേക്കിൻ കോയി ഫൈദ നഹീ ഹുവാ. ഞാൻ എല്ലാം ചെയ്തു പക്ഷേ ഒരു ഗുണം ഉണ്ടായി. അപ്പം ഇതൊക്കെയാണ് നമുക്കിങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ഗ്രാമറുകൾ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കോ. കോ എന്ന ആ ഒരു വേർഡ്, അത് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാവണേ, അതിനെന്താ അർത്ഥം വരുന്നത്? നമ്മൾ പറയില്ലേ ഉസ്കോ ബോലോ. ഉസ്കോ ബോലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറയൂ, നോട്. മനസ്സിലായോ? നോട് എന്നവിടെ ഒരു അർത്ഥമുണ്ട്. ഇനി പപ്പാക്കോ ബോലോ, പപ്പയോട്. കണ്ടാ, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അവനോട്, അവളോട്, പപ്പയോട്, അവരോട്. അവരോട് എന്ന് പറയുമ്പോൾ ഉൻകോ, ഉൻകോ ബോലോ എന്ന് പറയാം. അതല്ലെങ്കിൽ എല്ലാവരോട് എന്ന് പറയുമ്പോൾ സബ്കോ, സബ്കോ ബോലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോട് അല്ലെങ്കിൽ യോട് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് അതിൽ വന്നത്. ഇനി ന എന്നൊരർത്ഥം വരും ഇതില്. ന അതെവിടെയാ? ഉസ്കോ ദിയ അല്ലെങ്കിൽ റാംകോ ദിയാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന എന്നാണ്. റാമിന്, ഉസ്കോ ദിയ അവന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ന, നോട്, യോട്, പപ്പയോട് എന്നൊക്കെ ഉള്ള അർത്ഥത്തിനാണ് ഈ കോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കോ നമ്മൾക്ക് ഈ കായും കേയും കീയും ഒക്കെ കേൾക്കുമ്പോഴുള്ള ഡൗട്ടാണ് നമ്മൾ സംസാരിക്കാൻ മുന്നോട്ട് പോകുമ്പോഴൊരു എന്താ പറയാ പിടിച്ചു നിർത്തുന്നത് അല്ലേ. അപ്പൊ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നോട്, ന് എന്നുള്ള വാക്കുകൾക്കൊക്കെ നമുക്ക് വരുന്നത് കോ ആണ്. ഓക്കെ, ശരി. ഇനി അടുത്തതാണ് കാ, കി, കെ. എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുകളാണ്, പക്ഷെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡൗട്ടാണ്. സിമ്പിളാണ്, പറഞ്ഞുതരാം.
ഇതിന്റെ മൂന്നിന്റെ അർത്ഥം ഒന്നാണ്. ഇതിന് ഞാൻ ചെറിയ ക്ലാസ് ഇട്ടിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇതിന്റെ മൂന്നിന്റെ അർത്ഥം ഒന്നാണ്. ഇനിയിപ്പോ നമ്മൾ കാ പറയേണ്ടടുത്ത് കീ പറഞ്ഞു പോയി, കീ പറയേണ്ടടുത്ത് കെ പറഞ്ഞു. കെ അല്ലെങ്കിൽ ആരും പറയാറില്ല, കായും കീയോ ആണ് തെറ്റുക. ഇനി കെ പറയേണ്ടടുത്ത് ചിലപ്പോൾ കായോ കീയോ പറഞ്ഞൊക്കെ പോകും. പക്ഷെ ഇതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. സംസാരിക്കുമ്പോൾ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് അർത്ഥത്തിന് വലിയ വ്യത്യാസമൊന്നും വരാൻ പോണില്ല. കാരണം ഇതിന്റെ എല്ലാം അർത്ഥം ഒന്നാ. ക, കി, കെ. മനസ്സിലായോ? ഡേ, ഉഡേ എന്നൊക്കെയാണ് ഇതിന് അർത്ഥം വരുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോ രാമന്റെ ഈസി ആയിട്ട് പറയാവുന്ന എക്സാമ്പിൾ ആട്ടോ ഞാൻ പറയുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. വളരെ സിമ്പിൾ. രാമന്റെ സഹോദരൻ. രാമന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ എന്താണ്? എന്താണ്? രാം കായാണോ കീയാണോ കെ ആണോ? ഇതാണ് നമ്മുടെ ഡൗട്ട് വരിക അല്ലെ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. സഹോദരനെ നോക്കിയിട്ടാണ്, രാമനെ നോക്കിയിട്ട് നമ്മൾ ഇതിൽ കായും കീയൊന്നും എഴുതില്ല. സഹോദരൻ എന്താണോ, സഹോദരനാണോ അല്ലെങ്കിൽ സഹോദരിയാണോ അത് നോക്കിയിട്ടാണ്. അപ്പൊ അത് എന്ത് നോക്കിയിട്ടാണ്? അതിന്റെ സ്ത്രീലിംഗവും പുല്ലിംഗവും നോക്കിയിട്ടാണ്. ഇപ്പൊ സഹോദരൻ പുല്ലിംഗമായതുകൊണ്ട് ക. മനസ്സിലായോ? വരയുള്ളതാണ് പുല്ലിംഗത്തിനും ഈ വള്ളിയുള്ളതാണ് കി. ഈ സൗണ്ടാണ് സ്ത്രീലിംഗത്തിനും വയ്ക്കുക കേട്ടോ. സോ സഹോദരൻ പുല്ലിംഗമായതുകൊണ്ട് രാം ഖ ഭായി എന്നാണ് പറയാം. ഇനി രാമിന്റെ സഹോദരിയാണെന്നുണ്ടെങ്കിൽ, സഹോദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബഹൻ എന്നാണ് അല്ലെ ഹിന്ദിയിൽ. സോ ബഹൻ ആയതുകൊണ്ട് നമ്മൾ കീ ആണ് അവിടെ വെക്കുക. അല്ലാണ്ട് രാം അവിടെ രാമ തന്നെയായിട്ട് നിൽക്കുവാണ്. രാമന് എന്താ പറയുക, സ്ത്രീലിംഗോ പുല്ലിംഗോ മാറ്റമൊന്നും വരുന്നില്ല. അതൊന്ന് നമ്മളൊക്കെ പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു അല്ലെ. രാമ് അവിടെ സീതയാണെങ്കിൽ നമ്മളിവിടെ കീ വെക്കും, അവിടെ രാമാണെങ്കിൽ നമ്മളിവിടെ കാ വയ്ക്കും. അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്ന ഒരുവിധം. എനിക്കൊക്കെ അതായിരുന്നു ഒരു അറിവ് കേട്ടോ. പക്ഷെ അതല്ല, നമ്മൾ രണ്ടാമത്തെ ആ സബ്ജക്റ്റിൽ ആ ഒരു പേര് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ, അപ്പൊ ജീവനുള്ളതായാലും ജീവനില്ലാത്ത വസ്തുക്കളായാലും, ഇപ്പൊ ബുക്ക്, പെന്ന്, വീട്, ഇതിന്റെയൊക്കെ സ്ത്രീലിംഗവും പുല്ലിംഗവും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കായാണോ കീ ആണോ എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് അത്ര ഈസി അല്ല. എല്ലാ വസ്തുക്കളും സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, വീട് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? എത്ര പേർക്ക് അറിയാം? ലാസ്റ്റ് ക്ലാസ് നമ്മുടെ സീരീസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അല്ലെ. വീട് എന്ന് പറയുന്നത് പുല്ലിംഗാണ്. ഇനിയിപ്പോ വാഹനം, ഗാഡി സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്ന് വെച്ചാൽ ആർക്കറിയാം? ഗാഡി, കാറ് സ്ത്രീലിംഗാണ്. ഇപ്പൊ കസേര, കുർസി സ്ത്രീലിംഗാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഈ കായും കീയും യൂസ് ചെയ്യാൻ എളുപ്പമല്ല. അത് തെറ്റിയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചോ, സംസാരിക്കാനല്ലേ നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു രാം കി ബഹൻ എന്നാ വരിക. അടുത്തത് കെ. കെ എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, കെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ ബഹുവചനായിട്ടുള്ള കാര്യം. റാം ഒരു സെന്റൻസ് നോക്കുകയാണെങ്കിൽ റാം അതുപോലെ തന്നെയാണ്. അടുത്ത് വരുന്ന വാക്ക് ബഹുവചനമാണെങ്കിൽ നമുക്ക് കായും കീയും അല്ല കെ ആണ് വെക്കേണ്ടത്. ഇനി ബഹുവചനം അല്ലാതെ എന്താ പറയുന്നത്, ബഹുവചനം പുല്ലിംഗാണെങ്കിലാണ് കേട്ടോ. അപ്പൊ ബഹുവചനം സ്ത്രീലിംഗം ആണെങ്കിൽ നമുക്ക് അവിടെ കെ അല്ല കീ ആണ് വെക്കുന്നത്. കുറച്ച് കൺഫ്യൂഷനുള്ള കേസാണ്, നിങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടോ. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പറ്റാവുന്നൊരു ക്ലിയറി അല്ലാത്തൊരു കായോ കീയോ കെയോ വെച്ച് സംസാരിക്കുക കേട്ടോ. ഇനിയിപ്പോ നമ്മൾ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നത്, ഇപ്പൊ നമ്മൾ പപ്പയെ കുറിച്ച്, രാമിന്റെ പപ്പ എന്ന് പറയുമ്പോൾ രാം കെ പിത എന്നാണ്. മനസ്സിലായോ? കെ ആണ് വരുന്നത്. കാരണം അല്ലെങ്കിൽ രാം കി പിത, രാം കാ പിത അല്ല, രാം കെ പിത എന്നാണ്. ഇനി രാം കാ പിത എന്ന് പറഞ്ഞു പോയി നമുക്ക് മനസ്സിലാവും രാമിന്റെ അച്ഛൻ തന്നെയാ പറഞ്ഞത്. കാരണം എന്താ, അർത്ഥം ഒന്നാണ് അല്ലെ, അതുകൊണ്ടാ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ രാമിന്റെ വാക്കുകൾ. അപ്പൊ രാം കാ വചൻ എന്നാണ് വാക്കുകളുടെ ഹിന്ദിയിൽ പറയാ. രാം കാ വചൻ എന്ന് നമ്മൾ പറഞ്ഞു പോകും. സംഭവം അർത്ഥം ശരിയാണ്, രാമിന്റെ വാക്കുകളാണ്. പക്ഷെ വചൻ എന്ന് പറയുന്ന വാക്കുകളല്ലേ, അതെന്താണ്, ബഹുവചനല്ലേ. അതുകൊണ്ട് നമുക്ക് അവിടെ രാം കെ വചൻ എന്നാണ് എഴുതേണ്ടത്. ഇത് ഗ്രാമർ നല്ല ഡീപ്പായിട്ട് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ കായും കീയും കെയും തമ്മിലുള്ളത് കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് സത്യം പറഞ്ഞ ഒരു ഇതിലായി. ഓക്കെ, ശരി. എനിക്ക് തന്നെ ഡൗട്ടാണ്, കാരണം നിങ്ങൾക്കത് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ഇനി കൺഫ്യൂഷൻ ആയി പോകുന്നുള്ളതാണ്. ഒന്നുമില്ല, ഇത് തന്നെ വരും കുറേ നാൾ കഴിയും. പക്ഷെ അതാണ് കേട്ടോ. ശരി, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത വാക്കാണ് ബി. ബി എന്ന് കേട്ടിട്ടോ. ബി എന്ന് ഉദ്ദേശിക്കുന്നത് കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോവാ, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ, നീ കൂടെ വരുന്നുണ്ടോ, ആ കൂടെയാണ്. അബി അരേക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും കൂടെ വരുന്നുണ്ടോ,
അല്ലെങ്കിൽ മേ ബി ആ രഹാ ഹും, ആ രഹി ഹും. ഓക്കെ, മേ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കൂടെ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് യെ ബി ചായിയെ, യെ ബി ചായിയെ. ഇപ്പൊ ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങി നമ്മൾ ബില്ലിട്ടു, അപ്പൊ അയ്യോ ഇതും കൂടി വേണം, യെ ബി ചാഹിയെ. അപ്പൊ കൂടെ എന്നർത്ഥം മനസ്സിലായോ? അതല്ലെങ്കിൽ ഇസ്കെ സാത്ത് യെ ബി ലേലോ, ഇതിന്റെ കൂടെ ഇതും കൂടെ എടുത്തോളൂ, ഇസ്കെ സാത്ത് യെ ബി ലേലോ. ഇത്രയേ ഉള്ളൂ കുട്ടി കുട്ടി ഗ്രാമറുകൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്നൊന്നും പഠിക്കാനൊന്നും ഇല്ല, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ ഇത് കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ്. ഇതുപോലെ ഇപ്പൊ ലേക്കിൻ അങ്ങനെ ഒരുപാട് ഇത്തിരി കൂടി വലിയ വാക്കുകൾ കൂടി ഉണ്ട് ഗ്രാമറായിട്ട് വരുന്നത്, കണക്റ്റിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ ഓരോ ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്ത് പോകും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. പിന്നെന്താ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത